ഹലോ എവ്രി വൺ. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെമാഗ്ലൂട്ടൈഡ് ആൻഡ് ട്രെസപ്പിറ്റൈഡ്, അതായത് GLP-1 മെഡിക്കേഷൻ, ഒസംബിക്, മൊഞ്ചാരോ, വിഗോവി പോലെയുള്ള മെഡിക്കേഷൻസിനെ കുറിച്ചിട്ടാണ്. റെറ്റാഗ്ലൂട്ടൈഡിനെ പറ്റിയിട്ട് ഞാൻ ഇവിടെ പറയുന്നില്ല. അതിനൊരു GIP, ഗ്ലൂക്കഗോൺ റിസപ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. ഇവിടെ GLP-1 മെഡിക്കേഷൻ. ഓക്കെ, സോ അതിന് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മിക്ക ആൾക്കാരും ഇതിനൊരു സാധാരണ വെയിറ്റ് ലോസ് ഡ്രഗ് ആയിട്ട് മാത്രമാണ് കാണുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഒരുപാട് ഗുണങ്ങളുണ്ട്. ബോഡിയുടെ ഓവറോൾ കോമ്പോസിഷൻ മാറ്റുന്നു, ഫംഗ്ഷനിങ് മാറ്റുന്നു. അതെല്ലാം നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാം. ഡിസ്ഫങ്ഷൻസ്, അതിന്റെ വേറെ ഇഷ്യൂസ് വേറൊരു വീഡിയോയിൽ സെപ്പറേറ്റ്ലി ഡിസ്കസ് ചെയ്യാം. പക്ഷെ അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു വെയിറ്റ് ലോസ് ഡ്രഗ് മാത്രമായിട്ട് കാണരുത്. ഇൻഫാക്ട് ഇത് ഡെവലപ്പ് ചെയ്തത് ആക്ച്വലി ടൈപ്പ് 2 ഡയബറ്റീസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഡോക്ടേഴ്സ് എക്സ്പെക്ട് ചെയ്തിരുന്നത് ആ ബ്ലഡ് ഷുഗർ കുറക്കുന്നുള്ളതായിരുന്നു. അത് ഓഫ് കോഴ്സ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചു. അത് ഒരു കൈൻഡ് ഓഫ് സൈഡ് എഫക്ട് പോലെയാണ് വന്നത്. ഈ പേഷ്യൻസ് ഇത് യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ വെയിറ്റ് ലോസ് ഉണ്ടാവാൻ തുടങ്ങി. അതുപോലെ തന്നെ അതിനെ കൂടാണ്ട് കൂടുതൽ ഉണ്ടായ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്ത്, ഹാർട്ട് ഡിസീസിന്റെ പോസിബിലിറ്റീസ് ഒക്കെ കുറഞ്ഞു, ആ റിസ്ക് കുറഞ്ഞു, കിഡ്നി ഫംഗ്ഷൻസ് ഇംപ്രൂവ് ആയി, ഫാറ്റി ലിവർ ഉണ്ടായിരുന്നവരുടെ ഫാറ്റി ലിവർ ബെറ്റർ ആയി, സ്ലീപ്പ് അപ്നിയ ഉണ്ടായിരുന്ന ആൾക്കാരുടെ ഉറക്കം മെച്ചപ്പെട്ടു. അതുപോലെ ഈവൺ ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിൾ ഉണ്ടായിരുന്ന പല സ്ത്രീകൾക്കും അവരുടെ പീരീഡ്സ് എല്ലാം റെഗുലർ ആയി. സോ അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു മെഡിക്കേഷൻ, ഒരു സിംഗിൾ മെഡിക്കേഷൻ, അതെങ്ങനെയാണ് പല ഓർഗാൻസ്, പല ഫങ്ഷനിങ്, ഹാർട്ട്, കിഡ്നി, ഹോർമോൺസ്, സ്ലീപ്പ്, മെറ്റബോളിസം, വെയിറ്റ് ലോസ്, അല്ല ഇതിന്റെ ബോഡി വെയിറ്റ്, ഇതിനെല്ലാം ഒരേ സമയം ഇംപ്രൂവ് ചെയ്യുന്നു, ഇതിനെല്ലാം ഒരേ സമയം കൺട്രോൾ ചെയ്യുന്നു, ഫാറ്റി ലിവറിനെ കൺട്രോൾ ചെയ്യുന്നു. സോ ഇതിന്റെ ആൻസർ, ഇതിന്റെ ഇഫക്ട് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ എന്താണ് GLP-1 എന്ന് നമുക്ക് ആദ്യമായിട്ട് മനസ്സിലാക്കാം. സോ ഫോർ ഇയേഴ്സ് GLP-1 ഒരു ബ്ലഡ് ഷുഗർ ഹോർമോൺ മാത്രമായിട്ടാണ് കരുതിയിരുന്നത്. പക്ഷെ ഇന്ന് നമുക്കറിയാം GLP-1 നമ്മുടെ ബോഡിയിലെ ഒരു മാസ്റ്റർ മെറ്റബോളിക് സിഗ്നൽ ആണ്. അത് ബേസിക്കലി നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അല്ല, ഇൻഫാക്ട് ഇത് ബോഡിയിൽ ഉള്ളതാണ്, ഒറിജിനലി ഉള്ളതാണ്. പക്ഷെ ഓവർ പീരീഡ് ഓഫ് ടൈം അത് കുറച്ച് താഴേക്ക് വരും. അതിന്റെ റീസൺസ് എല്ലാം ഞാൻ പറയാം. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ഇൻറ്റെസ്റ്റൈൻ നാച്ചുറലി റിലീസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് GLP-1. ഇൻഫാക്ട് ഏത് പെപ്റ്റൈഡ് എടുത്താലും, ഇൻസുലിൻ ആണെങ്കിലും അതെ, GHK-CU ആണെങ്കിലും അതെ, നമ്മളുടെ ബോഡി ഏത് പെപ്റ്റൈഡ് എടുത്താലും ഓൾറെഡി ബോഡിയിൽ ഉള്ളതാണ്. അപ്പോ ആ ഒരു ഹോർമോൺ റിലീസ് ചെയ്താലാണ് നമുക്ക് ശരീരത്തിലെ പല ഓർഗൻസിലേക്കും ചില മെസ്സേജസ് അയക്കും. ഈ ഒരു അതായത് ഈ ഒരു ഫംഗ്ഷൻ നിങ്ങൾ ചെയ്യണം. ഫോർ എക്സാമ്പിൾ പാൻക്രിയാസിനോട് പോയിട്ട് പറയും ആവശ്യമായിട്ടുള്ള അളവിൽ നിങ്ങൾ ഇൻസുലിൻ റിലീസ് ചെയ്യാൻ പറയും. അതുപോലെ ലിവറിനോട് പോയിട്ട് പറയും അൺനെസസറി ഗ്ലൂക്കോസ് ബ്ലഡ് സ്ട്രീമിലേക്ക് റിലീസ് ചെയ്യേണ്ട, ആവശ്യമുള്ളത് മതി എന്ന് പറയും. അതുപോലെ നമ്മുടെ സ്റ്റൊമക്കിന്റെ അടുത്ത് പറയും ഡൈജഷൻ സ്ലോ ആക്കും, ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള രീതിയിൽ മതി. അപ്പോൾ ഫുഡ് കൂടുതലായിട്ട് ഗ്രാജുവലി അബ്സോർബ് ചെയ്യപ്പെടും. അതുപോലെ ബ്രെയിനിലേക്ക് സിഗ്നൽ കൊടുക്കും, എങ്ങനെ നിങ്ങൾ ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ഇനി നിങ്ങൾ കഴിക്കുന്നത് നിർത്താം എന്നുള്ളത്. അപ്പം ഇതൊക്കെ വരുമ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ബോഡിയിൽ ഇൻഫ്ലമേഷൻ കുറക്കാൻ സഹായിക്കും. ആൻഡ് വൺ തിങ്, ചിലപ്പോൾ ആൾക്കാരുടെ വണ്ണം എന്ന് പറയുന്നത് ഇൻഫ്ലമേഷൻ കൊണ്ട് മാത്രമായിരിക്കും. സോ GLP-1 മെഡിക്കേഷൻ ഇല്ലാണ്ട് പല ആൾക്കാരും ഇൻഫ്ലമേഷൻ മാത്രം കുറക്കാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ണം കുറയും. വിദ്യ ബാലന്റെ കേസ് ഒരു എക്സാമ്പിൾ ആണ്. എന്റെ പല ഫ്രണ്ട്സിന്റെ അടുത്തും, റിലേറ്റീവ്സിന്റെ അടുത്തും, ക്ലയൻസിന്റെ അടുത്തും, എന്റെ ഫ്രണ്ട്സിന്റെ അവരെല്ലാം എന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ പറയും GLP-1 നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ട, റെറ്റാഗ്ലൂട്ടൈഡ് സ്റ്റാർട്ട് ചെയ്യേണ്ട, നിങ്ങൾ ആദ്യം വേണമെങ്കിൽ ഒരു KPV മാത്രം എടുക്കാം, ഒരു എഫക്ട്, ഒരു പ്രശ്നവും ഇല്ല, ഇൻഫ്ലമേഷൻ കുറയും. മോസ്റ്റ്ലി നിങ്ങളുടെ പ്രോബ്ലം ഇൻഫ്ലമേഷൻ ആയിരിക്കും. അപ്പൊ അത് കുറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയിലെ ഫംഗ്ഷനിങ് ഓട്ടോമാറ്റിക്കലി വരും നാച്ചുറലി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ GLP-1 പ്രൊഡക്ഷനും കൂടും. സോ ഇവിടെ ഇൻഫാക്ട് ഇതും GLP-1 ആക്ച്വലി ഇൻഫ്ലമേഷനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. സോ ബ്ലഡ് വെസൽസിന്റെ അല്ലെങ്കിൽ ഹെൽത്തിന്റെ, ഹാർട്ടിന്റെ, അതുപോലെ നമ്മുടെ ബോഡിയിലുള്ള ഈ പറഞ്ഞ ടിഷ്യൂസിന്റെ, ടെൻഡൻസിന്റെ, ബ്ലഡ് വെസൽസിന്റെ, ഇതെല്ലാം ഫങ്ഷൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഒരു കാര്യം ശ്രദ്ധിക്കാന്നുള്ളത്, ഈ പറഞ്ഞ ആക്ഷൻസിൽ ഒരെണ്ണം മാത്രമാണ് നമ്മൾ ആക്ച്വലി ഇതിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ പറയുന്നത്, അല്ലെ? എന്താണ്? നമ്മുടെ വിശപ്പ് കുറക്കും, അപ്പിറ്റൈറ്റ് കുറക്കും, അതുകൊണ്ട് വണ്ണം കുറയും എന്നുള്ളത്. അതല്ല, അത് ഒരു ഫംഗ്ഷൻ മാത്രമാണ്. ബാക്കിയെല്ലാം ശരീരം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഇംപ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ GLP-1 മെഡിക്കേഷൻ എന്ന് പറയുന്നതാണ് എനിക്കിഷ്ടം. സോ അത് ബേസിക്കലി വെയിറ്റ് ലോസിനേക്കാൾ ഒരുപാട് ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട്. വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് നമുക്ക് കാണാം, വിസിബിൾ ആയിട്ടുള്ളതാണ്. നമുക്ക് ഹാർട്ടിന്റെ ഫംഗ്ഷനിങ് ഇംപ്രൂവ് ആവുന്നത് കാണുന്നില്ല, പക്ഷെ നമുക്ക് അറിയാം. അതുപോലെ ഫാറ്റി ലിവർ ഇംപ്രൂവ് ആവുന്നത്, അല്ലെങ്കിൽ കിഡ്നി ഫംഗ്ഷൻ ബെറ്റർ ആവുന്നത്, ഇതൊന്നും നമ്മൾ ആക്ച്വലി അറിയുന്നില്ല. നമ്മൾ കാണുന്നത് വെയിറ്റ് ലോസ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് വെയിറ്റ് ലോസ് ഡ്രഗ് ആയിട്ട് അറിയപ്പെടുന്നത്. സോ ബേസിക്കലി ഒരു ഡീപ്പർ ഇംപ്രൂവ്മെന്റ് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയുടെ ഉള്ളിലാണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും വരുന്നത്, നമ്മുടെ ബോഡിയിൽ നാച്ചുറലി GLP-1 പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തിനാണ് നമ്മൾ ഈ മെഡിക്കേഷൻസ് ഉപയോഗിക്കുന്നത്? കാരണം പല ആൾക്കാരിലും ഈ നാച്ചുറൽ സിഗ്നൽ എന്ത് സംഭവിക്കും, കുറെ കാലങ്ങൾ കൊണ്ട് ഇത് വീക്ക് ആയിട്ട് വരും. അതിന് മെയിൻ കാരണം നമ്മുടെ മോഡേൺ ലൈഫ് സ്റ്റൈലാണ്. നമ്മുടെ ബോഡിയുടെ സ്വന്തം GLP-1 പ്രൊഡക്ഷൻ, ആ റെസ്പോൺസ് പതുക്കെ റെഡ്യൂസ് ചെയ്യും. അതിന് മൂന്ന് കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ കഴിക്കുന്ന ഹൈലി പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്. ഇപ്പൊ ഹോൾ ഫുഡ് അല്ലെങ്കിൽ നാച്ചുറൽ ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ഇൻറ്റസ്റ്റൈൻ സ്ട്രോങ് GLP-1 സിഗ്നൽ റെഡ്യൂസ് ചെയ്യും. പക്ഷേ
ആ ഫുഡ് ഹൈലി പ്രോസസ്ഡ് ആയിട്ട് കഴിയുമ്പോൾ ഹൈലി പ്രോസസ്ഡ് ഫുഡ് കഴിക്കുമ്പോൾ ആ റെസ്പോൺസ് ഭയങ്കര വീക്കർ ആയിരിക്കും. സോ നമ്മളത് കുറേ നാൾ ഇങ്ങനെ വർഷങ്ങളോളം ആ പ്രോസസ് ഫുഡ് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ബോഡിയുടെ ആ ഒരു നാച്ചുറൽ സിഗ്നലിംഗ് സിസ്റ്റം എഫക്റ്റീവ്നെസ് കുറഞ്ഞ് ലെസ് എഫക്റ്റീവ് ആയിട്ട് മാറും. അപ്പൊ GLP-1 പ്രൊഡക്ഷൻ കുറഞ്ഞ് വളരെ കുറവായിട്ട് മാറും. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടും ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു സിഗ്നൽ കിട്ടാണ്ട് വരുന്നുണ്ട് അല്ലെ. അപ്പോ അതായത് ഓവർ എ പീരീഡ് ഓഫ് ടൈം ഈ പ്രോസസ് ഫുഡ് ഒക്കെ കഴിച്ച് നമുക്ക് ആ ഒരു സിഗ്നൽ കിട്ടുന്നില്ല, GLP-1 പ്രൊഡക്ഷൻ ഉണ്ടാവുന്നില്ല. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ക്രോണിക് ഇൻഫ്ലമേഷൻ ആണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മോസ്റ്റ് ഓഫ് ദ കേസ് നിങ്ങൾക്ക് ഇൻഫ്ലമേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ GLP-1 നാച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യപ്പെടാം. അപ്പൊ നിങ്ങളുടെ ഈ പറഞ്ഞ വണ്ണം കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിന് നിങ്ങൾ ഈ GLP-1 മെഡിക്കേഷൻ എടുക്കണമെന്നില്ല. വേണമെങ്കിൽ ഒരു സിമ്പിൾ KPV എടുത്ത് നിങ്ങളുടെ ഇൻഫ്ലമേഷൻ അങ്ങ് കുറച്ചാൽ മതി. ഓക്കെ, അപ്പൊ അവിടെ അതിന് വേണ്ടിയിട്ട് വേറെ ഒരു സിമ്പിൾ പെപ്റ്റൈഡ്, ഒരു സൈഡ് എഫക്ട്, ഒരു പ്രശ്നമില്ലാത്ത ഒരു പെപ്റ്റൈഡ് ആണ്, വേറെ ഒന്നിനെ അഫക്ട് ചെയ്യില്ല, ഇൻഫ്ലമേഷൻ മാത്രം ടാർഗറ്റ് ചെയ്യുന്നതാണ്. സോ ഇവിടെ ഇൻഫ്ലമേഷൻ വരുമ്പോൾ നിങ്ങളുടെ പൂർ സ്ലീപ്പ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ക്രോണിക് സ്ട്രെസ് ഉണ്ടാവും, അല്ലെങ്കിൽ വിസറൽ ഫാറ്റ് കൊണ്ട് ഇൻഫ്ലമേഷൻ വരാം. ഇതെല്ലാം ബോഡിയിൽ ഇൻഫ്ലമേഷൻ കണ്ടിന്യൂസ്ലി ആക്റ്റീവ് ആയിട്ട് നിലനിർത്തും. സോ ആ ഓൺഗോയിങ് ഇൻഫ്ലമേഷൻ നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ GLP-1 സിഗ്നലിനോട് ബോഡിയുടെ ഒരു സെൻസിറ്റിവിറ്റി കുറവായിരിക്കും. സോ ഇൻഫ്ലമേഷൻ കുറച്ചു കഴിഞ്ഞാൽ GLP-1 സെൻസിറ്റിവിറ്റി കൂടും, ബെറ്റർ ആക്കും, ബെറ്റർ സിഗ്നൽ ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് വെയിറ്റ് ലോസും കാര്യങ്ങളെല്ലാം സംഭവിക്കും. GLP-1 സെപ്പറേറ്റ് ഇഞ്ചെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ബോഡിയുടെ സെൽസ് ആ സിഗ്നലിനോട് പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. കാരണം എന്താണ്? ഇൻഫ്ലമേഷൻ. ഇനി മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഇതിന്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നോർമൽ ആയിട്ട് ഇൻസുലിൻ ഗ്ലൂക്കോസ് നമ്മൾ സെല്ലിലേക്ക് മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അല്ലെ. സോ പക്ഷെ ഇൻസുലിൻ ലെവല് ഇങ്ങനെ ഹൈ ആയിട്ട് നിൽക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? സെൽസ് ഇൻസുലിനോട് ഗ്രാജുവലി ആ ഒരു റെസ്പോണ്ട് ചെയ്യാതിരിക്കാൻ തുടങ്ങും. അങ്ങനെയാണ് നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നത്. നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെന്ന് നമ്മൾ ബ്ലഡ് ടെസ്റ്റിൽ കൂടെ അറിയുമ്പോഴേക്കും ഓൾറെഡി ഇൻസുലിൻ റെസിസ്റ്റൻസ് മാക്സിമം ആയിട്ടുണ്ടാവും. കാരണം ഒരു 5-6 വർഷം എടുക്കും ഇൻസുലിൻ റെസിസ്റ്റൻസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ. കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ബോഡി കൂടുതൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്ത് അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ബ്ലഡ് ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ ഷുഗർ ടെസ്റ്റ് നടത്തി കഴിയുമ്പോൾ അത് മനസ്സിലാവില്ല, ഗ്ലൂക്കോസ് ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഒരു ലെവൽ റീച്ച് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ പാൻക്രിയാസിന് മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് അത് ബ്ലഡിൽ വിസിബിൾ ആവുന്നത്. സോ ബ്ലഡിൽ വിസിബിൾ ചെയ്യുന്നതിനേക്കാളും മച്ച് ബിഫോർ ശരിക്കും നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും. അത് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്ന ഞാൻ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്കിൻ ടാക്സ് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഫേഷ്യൽ ഹെയർ വരിക, അങ്ങനത്തെ കുറെ സിംറ്റംസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ബ്ലാക്ക് മാർക്കുകൾ ബാക്കിലൊക്കെ വരിക. ഓക്കെ, സോ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? നോർമൽ GLP-1 സിഗ്നലിംഗ് സിസ്റ്റം കുറച്ച് ലെസ് എഫക്റ്റീവ് ആവും. അപ്പോൾ ഈ മെഡിക്കേഷൻസിന്റെ റോള് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ആൾക്കും നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ടി വരും. സോ ഇപ്പൊ ബോഡിയിലേക്ക് ഒരു കംപ്ലീറ്റ്ലി നമ്മൾ പുതിയൊരു കെമിക്കലോ പുതിയൊരു മെഡിസിനോ സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതല്ല GLP-1 എന്ന് പറയുന്നത്. ഓസെമ്പിക് മൊഞ്ചാരോ എടുക്കുന്നത് നിങ്ങളുടെ ബോഡിയിലുള്ള GLP-1 അതിന്റെ പ്രൊഡക്ഷൻ ബേസിക്കലി എന്ത് സംഭവിച്ചു? നിങ്ങളുടെ കുറെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ കൊണ്ടായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ റീസൺ പ്രോസസ് ഫുഡൊക്കെ ഒരുപാട് കഴിച്ചിട്ടായിരിക്കും. അപ്പൊ ബോഡിയിൽ പ്രോപ്പർ ആയിട്ട് ആ GLP-1 പ്രൊഡക്ഷൻ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ എക്സ്റ്റേർണലി കൊടുക്കും. ബോഡിയിലുള്ള ഒരേ സാധനം അതിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾ എക്സ്റ്റേർണലി കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് പുതിയൊരു സംഭവമല്ല. അപ്പോൾ വീക്കായ ഒരു നാച്ചുറൽ സിഗ്നൽ നിങ്ങൾ, അതായത് നിങ്ങൾക്ക് ഒരു മൈക്രോഫോൺ ഉണ്ട്, അതിന്റെ വോളിയം കൂട്ടുന്നതായിരിക്കും. അപ്പോൾ വോളിയം കുറവാണ്, അതിന്റെ വോളിയം കൂട്ടും. അതാണ് നിങ്ങൾ അവിടെ ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ്, മെഡിക്കേഷൻ എന്ന് പറയുന്നത് ഒരു പാലമാണ്, ഒരു ബ്രിഡ്ജാണ്. അത് അൾട്ടിമേറ്റ്ലി ഡെസ്റ്റിനേഷൻ അല്ല. അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അതിൽ കൂടെ നടക്കണം. മെഡിക്കേഷൻ ബോഡിക്ക് റിക്കവർ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യും, ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും. പക്ഷേ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഒന്നും മാറിയിട്ടില്ല, അതേ അൺഹെൽത്തി ഫുഡ് കണ്ടിന്യൂ ചെയ്യാണ്, എക്സസൈസ് ഒന്നും ചെയ്തില്ല, നിങ്ങളുടെ സ്ലീപ്പ് ഒന്നും കറക്റ്റ് അല്ല, ഇൻഫ്ലമേഷൻ ഹൈ ആയിട്ട് കണ്ടിന്യൂ ചെയ്യാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻ സ്റ്റോപ്പ് ചെയ്തതിനു ശേഷം സംഭവിക്കും, നിങ്ങളുടെ പഴയ പ്രോബ്ലംസ് അതേപോലെ തിരിച്ചു വരും, വെയിറ്റ് അതേപോലെ തിരിച്ചു വരും, റീബൗണ്ടിങ് എഫക്ട് ഉണ്ടാവും. സോ ആ ഒരു ബ്രിഡ്ജ് ബിൽഡ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മൾ തന്നെ അതിൽ കൂടെ നടക്കണം, നമ്മൾ തന്നെ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തണം. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അത് ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യണം. അതുകൊണ്ട് GLP-1 ഉപയോഗിക്കുമ്പോൾ ബോഡിയിൽ കുറച്ച് ഫൗണ്ടേഷൻസ് ബിൽഡ് ചെയ്യണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ആവശ്യത്തിന് പ്രോട്ടീൻ കഴിക്കണം. ഒന്നാമത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ GLP-1 എടുക്കുന്ന സമയത്ത് ഓസെമ്പിക് മൊഞ്ചാരോ ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് വിശപ്പ് കുറയും, അപ്പോൾ മീല് ഭയങ്കരമായിട്ട് കുറയും. അപ്പൊ നിങ്ങൾ ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ട് കഴിക്കണം, കൂടുതൽ പ്രോട്ടീൻ ഇൻടേക്ക് എടുക്കണം. സോ അല്ലെങ്കിൽ പ്രോട്ടീൻ കഴിക്കുന്നത് നാച്ചുറലി കുറയും. എല്ലാവരും ചെയ്യുന്ന തെറ്റ് ഇതാണ്, ഭക്ഷണം കുറയും, അപ്പോൾ പ്രോട്ടീൻ ഇൻടേക്ക് കുറയും, അപ്പൊ നമ്മുടെ ഫാറ്റിന്റെ കൂടെ മസിലും അങ്ങ് ലോസ് ആയി പോകും. അതുകൊണ്ട് ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അതൊന്നെങ്കിൽ ഫുഡെന്നോ അല്ലെങ്കിൽ പ്രോട്ടീൻ പൗഡറിനോ ഐസൊലേറ്റ് എന്നോ നിങ്ങൾ കഴിക്കണം. അത് എഗ് ആവാം, ഫിഷ് ആവാം, ചിക്കൻ ആവാം, മീറ്റ് ആവാം, ഗ്രീക്ക് യോഗട്ട് ആവാം, ബീൻസ്, ടോഫു, ഇതെല്ലാം നല്ല പ്രോട്ടീൻ സോഴ്സ് ആണ്. അപ്പൊ നമ്മുടെ ഗോൾ വെറുതെ വെയിറ്റ് ലോസ് അല്ല, മസിൽ പ്രിസർവ് ചെയ്തിട്ട് ഫാറ്റ് ലോസ് ചെയ്യാന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് റെറ്റാട്രിട്ടൈഡ്, സെമാഗ്ലൂട്ടൈഡും ട്രെസാപ്പിറ്റൈഡോ അല്ലെങ്കിൽ ഓസെമ്പിക് മൊഞ്ചാരോ അല്ല,
റെറ്റാട്രിപ്റ്റൈഡ്. അതിനെപ്പറ്റി നമ്മൾ വേറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, സെപ്പറേറ്റ് ആണ്. പക്ഷെ ഞാനിപ്പോ FDA അപ്രൂവ്ഡ് ആയിട്ടുള്ള എന്റെ കാര്യമാണ് ഇപ്പൊ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഇനി അടുത്ത കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് സ്ട്രെങ്ത് ട്രെയിനിങ് മസ്റ്റ് ആണ്. വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ ബോഡി നാച്ചുറലി എന്ത് സംഭവിക്കും, മസിലും ലൂസ് ആവും. അപ്പൊ നിങ്ങൾ സ്ട്രെങ്ത് ട്രെയിനിങ് നല്ലതായിട്ട് ചെയ്യുക. നിങ്ങളുടെ ബോഡിനോട് നിങ്ങൾ പറയാ, ഈ മസിൽസ് ഒക്കെ എനിക്ക് ആവശ്യമാണ്, ഇത് പ്രിസർവ് ചെയ്യണം. നിങ്ങൾ ലെഗ് വർക്ക്ഔട്ട് ചെയ്യാം, ഈ മസിൽ എനിക്ക് ആവശ്യമുണ്ട്, പ്രിസർവ് ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്യണം. ചെസ്റ്റ് വർക്ക്ഔട്ട് ചെയ്യുക, ബാക്ക് വർക്ക്ഔട്ട് ചെയ്യുക, ആംസ് വർക്ക്ഔട്ട് ചെയ്യുക. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ബോഡിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമാണ് ആ മസിൽസ് പ്രൊട്ടക്ട് ചെയ്തിട്ട് ഫാറ്റിന് യൂസ് ചെയ്തിട്ട് അത് ബേൺ ചെയ്ത് പോകുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവുന്നത് ഫാറ്റ് ലോസ് ചെയ്തിട്ടായിരിക്കും. അല്ല നിങ്ങൾ ഇത് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മസിൽ ലോസ് ആവും. അത് പിന്നീട് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. സോ അതുകൊണ്ട് നിങ്ങൾ സ്കെയിലിലെ നമ്പർ കുറയുന്നതല്ല നോക്കേണ്ടത്, ബോഡി ഫാറ്റ് കുറയുന്നതാണ് നോക്കേണ്ടത്. അതായത് മസിൽ പ്രൊട്ടക്ട് ചെയ്തിട്ട് ബോഡി ഫാറ്റ് കുറച്ചിട്ട് ആ സ്കെയിൽ കുറയുന്നതാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇനി മൂന്നാമത്തെ കാര്യം പറയുന്നത് ഇതിന്റെ സൈഡ് എഫക്ട് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത്, കൂടുതൽ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. GLP-1 യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ബേസിക് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഹൈഡ്രേഷൻ പ്രോപ്പറായിട്ട് ഉറപ്പിക്കണം, നല്ല രീതിയിൽ വെള്ളം കുടിക്കണം, ബോഡിക്ക് സ്യൂട്ട് ചെയ്യണം ചെയ്യുന്ന ഒരു ഹോൾ ഫുഡ്സ് അത് നല്ല രീതിയിൽ ഫൈബർ കഴിക്കാൻ നോക്കുക. ചെറിയ ചെറിയ മീൽസ് ആയിട്ട് കഴിക്കുക, കൂടുതൽ പ്രോട്ടീൻസ് കഴിക്കുക, ഫൈബർ ഇൻടേക്ക് ഉണ്ടാവുക. കംഫർട്ടബിളി നിങ്ങൾക്ക് ഫുൾ ആണെന്ന് തോന്നുമ്പോൾ ഭക്ഷണം കഴിക്കൽ നിർത്തുക. ആ പ്ലേറ്റ് ഫിനിഷ് ചെയ്യുന്നുള്ളൊരു ഫോഴ്സ് ഉണ്ടല്ലോ, ആ ഒരു എർജ് ഉണ്ടാവരുത്. ഇനി മെഡിക്കേഷൻ ഡൈജഷൻ സ്ലോ ആക്കും നമ്മളുടെ ഗ്രാജുവൽ ഡൈജഷൻ ആണ്, ഗ്രാജുവൽ പ്രോസസ്സിംഗ് ആയിരിക്കും നടക്കുന്നത്. അപ്പം ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ബ്ലോട്ടിംഗ് ഉണ്ടാവാം, നോസിയ ഉണ്ടാവാം, ചില കൈൻഡ് ഓഫ് വോമിറ്റിംഗ് ഡിസ്കംഫർട്ട് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം നിങ്ങൾ മാനേജ് ചെയ്യാൻ പഠിക്കണം ഈ ഒരു മെഡിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ. സോ ബോഡി ആ തരുന്ന ഒരു ഫുൾനെസ് സിഗ്നൽ നിങ്ങൾക്ക് അത് കേൾക്കാൻ പഠിക്കണം. എന്നിട്ട് നിങ്ങൾ പ്ലേറ്റ് ഫിനിഷ് ചെയ്യാൻ നോക്കേണ്ട ആവശ്യമില്ല. എപ്പോഴാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഫില്ലായി തോന്നുന്നത് അപ്പൊ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാം. അതുപോലെ മെഷർ ചെയ്യുന്നത് വെയിങ് സ്കെയിലല്ല. കാരണം ഇന്ന് രാത്രി ഞാൻ പോയി വെയിറ്റ് നോക്കിയിട്ട് നാളെ രാവിലെ നോക്കി കഴിഞ്ഞാലും ഡിഫറൻസ് ഉണ്ടാവും. പല കാരണങ്ങൾ, കാരണം വാട്ടർ റീടെൻഷൻ, ഫുഡിന്റെ വെയിറ്റ്, വാട്ടറിന്റെ വെയിറ്റ്, സോൾട്ട് ഇൻടേക്ക്, അങ്ങനെ ഹോർമോണൽ ചേഞ്ച്, കോൺസ്റ്റിപ്പേഷൻ, ഇതെല്ലാം നമ്മുടെ വെയിറ്റിൽ ടെമ്പററി ഫ്ലക്ച്വേഷൻ ഉണ്ടാക്കും. അതുകൊണ്ട് സ്കെയിലിന്റെ ഒപ്പം നമ്മൾ മാർക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ വേസ്റ്റ് മെഷർമെന്റ് എടുക്കുക, നമ്മുടെ സ്ട്രെങ്ത് ഇംപ്രൂവ്മെന്റ് ആവുന്നുണ്ടോ നോക്കുക, എനർജി ലെവൽ ഇൻക്രീസ് ആവുന്നുണ്ടോ, സ്ലീപ്പ് ക്വാളിറ്റി ബെറ്റർ ആണോ, ഇതൊക്കെ നമ്മുടെ ബോഡിയിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതിന്റെ സിഗ്നൽ ആണ്. ബ്ലഡ് പ്രഷർ നല്ലതാവുന്നുണ്ടോ, ബ്ലഡ് ഷുഗർ കൺട്രോൾഡ് ആണോ, നമ്മുടെ മൊബിലിറ്റി ബെറ്റർ ആണോ, നിങ്ങളുടെ ഓവറോൾ ഹെൽത്ത് ഇംപ്രൂവ്മെന്റ്, നിങ്ങൾ മെന്റലി നല്ലതാണോ, അല്ലെ? സംടൈംസ് ആ ഒരു സ്കെയിൽ കുറച്ച് സ്ലോ ആയാലും വേസ്റ്റ് ചിലപ്പോൾ കുറയാം, കാരണം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മസിൽ ബിൽഡ് ചെയ്യുന്നുണ്ടാവാം. സോ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാം, അതൊക്കെ പോസിറ്റീവ്. മെറ്റബോളിക് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാം. അതുകൊണ്ട് പ്രോഗ്രസ് എന്ന് പറയുന്നത് വെയിങ് മെഷീനിൽ കാണുന്ന നമ്പർ മാത്രമല്ല. പിന്നെ ഈ സമയത്ത് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന ഹാബിറ്റ്, മെഡിക്കേഷൻ സ്റ്റോപ്പ് ചെയ്താലും, കാരണം ലൈഫ് ലോങ് നിങ്ങൾക്ക് മെഡിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല, സ്റ്റോപ്പ് ചെയ്താലും കണ്ടിന്യൂ ചെയ്യാം. ലോങ് ടേം സക്സസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത്, നിങ്ങൾ ഈ മെഡിക്കേഷൻ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ നല്ല ന്യൂട്രീഷ്യസ് ഫുഡ് കൊണ്ടുവരും, ആൽക്കഹോൾ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യും, സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യും, നിങ്ങളുടെ എല്ലാ ബാഡ് ഹാബിറ്റ്സും പോയി നിങ്ങൾ ഒരു നല്ലൊരു രീതിയിലേക്ക് എത്തും. നിങ്ങൾ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യും, കാർഡിയോ ചെയ്യും, നിങ്ങളുടെ സ്ലീപ്പ് ഇംപ്രൂവ് ചെയ്യും, ഇൻഫ്ലമേഷൻ കൺട്രോൾ ചെയ്യും, സ്ട്രെസ് മാനേജ് ചെയ്യും. സോ അതെല്ലാം മെഡിക്കേഷൻ സ്റ്റോപ്പ് ചെയ്താലും കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളി ലൈഫ് സ്റ്റൈൽ ഉണ്ടാവും, നിങ്ങൾ അടിപൊളിയായിട്ട് ജീവിക്കാനും പറ്റും. സോ മെഡിക്കേഷൻ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ട്രീറ്റ്മെന്റ് നിങ്ങൾ അവസാനിക്കുന്ന സമയത്ത് വെയിറ്റ് റീഗെയിൻ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ നിങ്ങൾ മെഡിക്കേഷൻ ഉപയോഗിച്ച സമയത്ത് ഒരു സ്ട്രോങ് ഹാബിറ്റ് ഉണ്ടാക്കിയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ലൈഫ് ലോങ് നിങ്ങൾ നല്ല രീതിയിലുള്ളൊരു ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സി, പല ഡിസീസ് എടുത്താലും അതിന്റെ റൂട്ട് കോസ് ഒരു പക്ഷെ ഒന്നായിരിക്കും. ഇതൊരു ലാർജർ പിക്ചർ ആണ്. നിങ്ങൾ ഡെക്കേഡ്സ് ആയിട്ട് ഒബേസിറ്റി, അല്ലെങ്കിൽ ഈ ഇത്രയും നാളും നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്, ഒബേസിറ്റിക്ക് ഒരു ട്രീറ്റ്മെന്റ്, ഡയബറ്റീസിന് ഒരു ട്രീറ്റ്മെന്റ്, ഫാറ്റി ലിവറിന് ഒരു ട്രീറ്റ്മെന്റ്, സ്ലീപ്പ് അപ്നിയക്ക് ഒരു ട്രീറ്റ്മെന്റ്, ഹാർട്ട് ഡിസീസ്, ഹോർമോൺ, ഓഫ് കോഴ്സ് ഇതിനെല്ലാം ചില കാര്യങ്ങളിൽ ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് വേണം. പക്ഷെ ഇതെല്ലാം കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ട്രീറ്റ് ചെയ്യാണ്. ഇതിന്റെ എല്ലാം അണ്ടർലൈൻ കോസ്, റൂട്ട് കോസ് ഓൾമോസ്റ്റ് സെയിം ആണ്. എന്തൊക്കെയാണ് നമ്മളിപ്പോ പറഞ്ഞ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ പുവർ മെറ്റബോളിക് ഹെൽത്ത് ആയിരിക്കാം, അല്ലെങ്കിൽ ക്രോണിക് ഇൻഫ്ലമേഷൻ ആയിരിക്കാം, ഇതിന്റെയൊക്കെ കാരണങ്ങൾ. സോ നമ്മൾ GLP-1 മെഡിക്കേഷൻ എടുക്കുമ്പോൾ ഈ അണ്ടർലൈൻ പാത്വേസിൽ മിക്കതും ഒരേ സമയം നമ്മൾ ഇംപ്രൂവ് ചെയ്യണം. അതുകൊണ്ടാണ് നിങ്ങളുടെ ബോഡിയിലെ എൻറ്റയർ കോമ്പോസിഷൻ, അതിന്റെ ഫംഗ്ഷനിങ് ബെറ്റർ ആയിട്ട് തോന്നുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മെഡിക്കേഷൻ നമ്മളുടെ മൾട്ടിപ്പിൾ ഓർഗാൻസിൽ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഹാർട്ടിനെ ഇംപ്രൂവ് ചെയ്യും, ഹാർട്ട് ഫംഗ്ഷൻ ഇംപ്രൂവ് ചെയ്യും, കിഡ്നീനെ പ്രൊട്ടക്ട് ചെയ്യും, ലിവർ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്, സ്ലീപ്പ് അപ്നി ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്, ഹോർമോണൽ ബാലൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ബ്ലഡ് ഷുഗറിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഒപ്പം ഫൈനലി വിസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറഞ്ഞത്, വെയിറ്റ് ലോസ് ഉണ്ടാവുക എന്നുള്ളത്. സോ ഇതെല്ലാം സെപ്പറേറ്റ് മിറാക്കിൾസ് അല്ല, ഒരു കോമൺ മെറ്റബോളിക് പാത്വേസ് ഇംപ്രൂവ് ചെയ്യുന്നതിന്റെ ഡിഫറെന്റ് റിസൾട്ട് ആണ്. അതിന്റെ എല്ലാം ഒരു കോമ്പിനേഷൻ ആണ് നിങ്ങളുടെ ബോഡിയിൽ സംഭവിക്കുന്നത്. നിങ്ങൾ ഇഫക്റ്റീവ് ആയിട്ട് പ്രോപ്പർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ. അവസാനമായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെസ്സേജ് എനിക്ക് പറയാനുള്ളതാണ്, ഈ പറഞ്ഞ ഒസംബിക്, വെഗോവിൻ, മൊഞ്ചറോ, ഇതെല്ലാം ഈ മെഡിക്കേഷൻസ് എല്ലാം സിംപ്ലി വെയിറ്റ് ലോസ് ഡ്രഗ് അല്ല. ഇത് ബോഡിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട
മെറ്റബോളിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെ റീസ്റ്റോർ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന മെഡിക്കേഷൻ ആണ്. പല ഫങ്ഷൻസ് ഉണ്ട്, പല പാത്വേസ് ഉണ്ട്. സോ വെയിറ്റ് ലോസ് ഏറ്റവും വിസിബിൾ ആയിട്ട് നിങ്ങൾ കാണുന്ന, നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ റിയൽ ചേഞ്ച് നടക്കുന്നത് ബോഡിയുടെ ഉള്ളിലുള്ള പല സിസ്റ്റങ്ങൾ, കിഡ്നി ആവാം, അത് ഹാർട്ട് ആവാം, അത് നിങ്ങളുടെ ലിവർ ആവാം, റൈറ്റ്? അപ്പം പ്രോപ്പർ മെഡിക്കൽ സൂപ്പർവിഷനിൽ ഉപയോഗിക്കാം, ഹെൽത്തി ന്യൂട്രീഷൻ ഉണ്ടാവുക, എക്സസൈസ് ചെയ്യുക, ഗുഡ് സ്ലീപ്പ് ഉറപ്പാക്കുക, സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ് നിങ്ങൾ ബിൽഡ് ചെയ്യുക. സോ ഈ മെഡിക്കേഷൻസ് ലോങ് ടേം മെറ്റബോളിക് ഹെൽത്തിലേക്കുള്ള ഒരു പവർഫുൾ ബ്രിഡ്ജ് ആയിരിക്കും. പക്ഷെ ഒരു കാര്യം എപ്പോഴും ഓർക്കണം, ഞാൻ പറഞ്ഞു ഇതൊരു ബ്രിഡ്ജാണ്, പാലമാണ്, ഇതൊരു ഡെസ്റ്റിനേഷൻ അല്ല. മെഡിക്കേഷൻ മാത്രമല്ല ഫൈനൽ ഗോൾ. മെഡിക്കേഷൻ മാത്രം ഡിപ്പെൻഡ് ചെയ്യാണ്ട് ഹെൽത്തി ആയിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു ബോഡി ബിൽഡ് ചെയ്യുക, അതാണ് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ. അതെന്തൊക്കെ ആയിരിക്കണം? ഹെൽത്തി മെറ്റബോളിസം ഉണ്ടാവണം, മസിൽ പ്രിസർവ് ചെയ്യണം, ബെറ്റർ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഉണ്ടാക്കണം, ഇൻഫ്ലമേഷൻ കുറവാക്കണം, സസ്റ്റൈനബിൾ ഈറ്റിംഗ് ഹാബിറ്റ്സ് ആയിരിക്കണം, റെഗുലർലി എക്സസൈസ് ചെയ്യണം, നല്ല സ്ലീപ്പ് വേണം. ഇതെല്ലാം നമ്മുടെ ലൈഫിന്റെ ഒരു വിജയത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ GLP-1 മെഡിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കേണ്ട കാര്യം, ഈ മെഡിക്കേഷൻ എന്റെ എത്ര വെയിറ്റ് കുറച്ചെന്നല്ല, ഈ ഓപ്പർച്യൂണിറ്റി ഞാൻ എങ്ങനെ ഉപയോഗിക്കുന്നു, അത് ഉപയോഗിച്ചിട്ട് എത്രമാത്രം ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു ബോഡി ബിൽഡ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈൽ ഞാൻ ബിൽഡ് ചെയ്തെന്നുള്ളതാണ്. സോ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് ഇപ്പം കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന്. ഇതിനെ പറ്റിയുള്ള കൂടുതൽ വീഡിയോസും കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യാം. പക്ഷെ ഇപ്പോഴും ഞാൻ പറയും, എന്റെ ഫേവറേറ്റ് ഒസംബിക്കോ മൊഞ്ചാരോ ഒന്നല്ല, സെമാഗ്ലൂട്ടൈഡോ ട്രിസാപ്പിറ്റൈഡോ അല്ല, അത് റെറ്റാട്രിറ്റൈഡ് ആണ്. ഓപ്പൺലി എനിക്കത് പറയാൻ പറ്റില്ല, കാരണം FDA അപ്രൂവ്ഡ് അല്ല. ബട്ട് ദാറ്റ് ഇസ് ദ ബെസ്റ്റ് വൺ. ഓക്കെ, ഇഫ് യു ക്യാൻ യൂസ് ഇറ്റ്, ദാറ്റ് ഇസ് ദ ബെസ്റ്റ് വൺ. കാരണം നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ ഒന്നും ശ്രദ്ധിക്കണം. ഈവൻ അവിടെ ഫാറ്റ് ലോസ് ഉണ്ടാവുന്നത് മസിൽ പ്രൊട്ടക്ട് ചെയ്തിട്ടാണ്. കാരണം തേർഡ് റിസെപ്റ്റർ, glucagon receptor, that changed the game completely. I'll do a separate video on that. Okay, see you.